ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കള്ളം എന്താണെന്നറിയോ? എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടും, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല CGPA ഉണ്ടായാലോ അല്ലെങ്കിൽ കുറേ തിയററ്റിക്കൽ സബ്ജക്ട്സ് പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലിങ്ങനെ എടുത്തു വെച്ചു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ബിൽഡാവോ? ഇല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഒബ്വിയസ് ആണ്. കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് എൻജിനീയേഴ്സിന് പണിയില്ലാത്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്സിൻ്റെ കൂടെ പാരലലി സ്കില്ല് ബിൽഡ് ചെയ്യാൻ നോക്കണം. Mr. Krishnan BP, your father is a farmer, but you opted for the software industry. Why? That is because, after a great consideration and consultation, I came to the conclusion that the socialist illusion was a great botheration to the Indian nation whose chief occupation was cultivation and irrigation. But with further contemplation and deliberation, I discovered that without globalization and exploration, there cannot be optimization to make India's transformation to a superpower nation. So, ഇന്ത്യയിൽ എല്ലാ വർഷവും 9 to 10 lakh എഞ്ചിനീയേഴ്സ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ 54.8% മാത്രമേ എംപ്ലോയബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ള റീസണും സ്കില്ലില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള എൻ്റെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ആദ്യത്തെ ഒരു വർഷം ഞാൻ കോളേജിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അവർ മോൾഡ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ്, അതായത് എൻ്റെ ഫസ്റ്റ് 2 സെമിസ്റ്റർ കഴിഞ്ഞ് പണി കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചു, ഓക്കെ, ദിസ് ഈസ് നോട്ട് ദ വേ ടു സ്റ്റഡി എഞ്ചിനീയറിംഗ്. ഞാൻ എൻ്റെ പാത്ത് മാറ്റി, എൻ്റെ റൂട്ട് മാറ്റി, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മാറ്റി, എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, 4 വർഷം നമ്മൾ എഴുതിയെടുക്കുന്ന പേപ്പറിൻ്റെ കണക്കോ സെമിനാറിൻ്റെ കണക്കോ ലാബിൻ്റെയോ റിപ്പോർട്ടിൻ്റെയോ ഒന്നും കണക്ക് ഒരു കമ്പനിക്കും അറിയേണ്ട ആവശ്യമില്ല. ദ ഓൺലി തിങ് ദേ വാണ്ട് ടു നോ ഇസ് നിങ്ങൾക്ക് പണി അറിയാമോ, ഏറ്റവും ബെസ്റ്റായിട്ട് ആ കമ്പനിയിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അത് മാത്രമാണ് അവർക്ക് അറിയേണ്ടിയുള്ളൂ. ഇഫ് യു ആർ ഇൻ ടു ഇൻഡസ്ട്രി, ഇഫ് യു നീഡ് ടു ബി ഇൻഡസ്ട്രി റെഡി, ദീസ് ആർ ദ തിങ്സ് ടു ഫോളോ. അപ്പോൾ ഞാനിതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ എക്സ്പീരിയൻസിലൂടെ പഠിച്ച് റിയലൈസേഷൻസ് വന്ന് ഫൈനൽ ഇയർ വരെ എത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ റിയലൈസേഷൻ വരാൻ 1 വർഷം സമയമെടുത്തു. ആ 1 വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതൽ കവറപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോള്. 4 വർഷം പഠിച്ചിറങ്ങുമ്പോൾ റിയൽ എഞ്ചിനീയേഴ്സായിട്ട്, പണി അറിയാവുന്ന എഞ്ചിനീയേഴ്സായിട്ട് ഈ ഫസ്റ്റ് ഇയർ മുതലുള്ള സ്റ്റുഡൻസിനെ ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഗോള്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. വി ക്യാൻ ഗ്രോ ടുഗെദർ. അപ്പോൾ അക്കാഡമിക്കലും സ്കിൽ ബേസ്ഡിലും ഇൻഡസ്ട്രി റെഡി ആയിട്ടും ഒക്കെ 4 വർഷം പഠിച്ചിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദിസ് ചാനൽ ഈസ് ഫോർ യു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.